കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. ജൂലൈ 3-ാം തീയതി ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലനായിട്ടുള്ള തോമാസ് ലീഹായുടെ സ്വർഗം പോകിയ ദിവസം. ഈ വിശുദ്ധൻ, ഈ അപ്പസ്തോലൻ ഈശോയുടെ വിശ്വാസം നമുക്ക് പകർന്നു തന്നു എന്നുള്ളതാണ്. എത്രയോ ദൂരം സഞ്ചരിച്ചാണ് തോമാസ് ലീഹ നമ്മുടെ ഭാരതത്തിലെത്തിയത്, നമ്മുടെ കേരളത്തിലെത്തിയത്. ആ ഒരു വിശ്വാസമാണ് ഇന്ന് നമ്മൾക്ക് പകർന്നു കിട്ടിയതെങ്കിൽ ഈ ഒരു വിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈശോയെ കാണാതെയുള്ള ഒരു മനസ്സിൻ്റെ ഒരു നൊമ്പരം, വേദന, അത് തോമാസ് ലീഹ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഒരു സ്നേഹത്തിൻ്റെ ഒരു പിടിവാശിയായിരുന്നു അത്. അവൻ്റെ തിരുവിലാവിൽ കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ല. കർത്താവിനെ കണ്ട നിമിഷം തോമാസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. കർത്താവ് പറയുന്നൊരു മനോഹരമായൊരു വചനമുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയെ നേരിട്ട് നമ്മൾ മറ്റു മനുഷ്യരെ കാണുന്നത് പോലെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതല്ല. ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഭാഗ്യവാനാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരോടൊക്കെ പങ്കുവെച്ച് അവർക്കും ദൈവാനുഭവമൊക്കെ അനുഭവപ്പെടുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ നാം കേട്ടിട്ടില്ലേ? ഞാൻ ഇന്ന് അടക്കം വരെ കേട്ടിരിക്കുകയാണ്. ധ്യാനത്തിൽ പങ്കെടുത്ത മക്കൾ അവരുടെ ദൈവാനുഭവം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടിയതിന് അവർ ഈ വ്യക്തികളോട് പറയുകയാണ്. അപ്പം ഇത് കാണാതെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നാം ദൈവവചനത്തിൽ വിശ്വസിക്കണം, ഈശോയിൽ വിശ്വസിക്കണം, സഭയിൽ വിശ്വസിക്കണം. ഇനി ഈശോ പറഞ്ഞ വചനം വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. പലരുടെയും ധാരണ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ അപകടങ്ങളില്ല, രോഗങ്ങളില്ല, വേദനകളില്ല, ഒന്നുമില്ല. അല്ല, ഈശോ തന്നെ പറഞ്ഞില്ലേ, പാറപ്പുറത്ത് ഭവനം പണിത വിവേകവതിയായ ഒരു മനുഷ്യന് തുല്യനാണ്. കാറ്റും കോളും കൊണ്ട് ആഞ്ഞടിച്ചു, ആ വീടിനെ തകർത്തില്ല. അപ്പം വിശ്വാസം ആടി ഉലയാൻ അനുവദിക്കരുത്. അത് ഉറച്ച പാറമേൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ പ്രയാസം കൂടാതെ അത് തരണം ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസം ഉറച്ചതാക്കി മാറ്റാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ അപ്പസ്തോലനോട് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ദുഃഖറാന തിരുനാളിൽ വിശുദ്ധ തോമാസ് ലീഹ വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും ബലി കൊടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വളർത്തി വരുവാൻ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും ജീവിതത്തിലും അതിനുവേണ്ടി ത്യാഗമെടുക്കുവാൻ ഒരു പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ഹൃദയ തുടിപ്പുമാഴവും ചൂണ്ടുവിരൽ തൊട്ടറിഞ്ഞൊരു പ്രിയതാതൻ. യേശുവിൻ ഹൃദയ തുടിപ്പുമാഴവും ചൂണ്ടുവിരൽ തൊട്ടറിഞ്ഞൊരു പ്രിയതാതൻ. സുവിശേഷം എഴുതും മുൻപേ എത്തി നീ ഭാരതത്തിൻ വയലുകളിൽ വിത്തു വിതയ്ക്കാൻ. എന്റെ കർത്താവേ, എന്നും നിന്റെ ദൈവമേ, ഗുരുവരനോടന്നു ചൊന്നീ വചസ്സുകൾ വഴികളേതുമറിയാത്തൊരേ മക്കളിൽ വചനത്തിൻ ദീപശോഭയേകി നീ. എന്റെ കർത്താവേ, എന്നും എന്റെ ദൈവമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.
കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ.